രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിക്കുകയാണ്. ആരോപണങ്ങൾ പുറത്തുവരും മുൻപ് രാഹുലിനെതിരെ ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചു. അന്വേഷിക്കാൻ ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കം ആലോചനയിലുണ്ട് എന്നാണ് അറിയുന്നത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, ഒടുവിൽ AICC ഇടപെടുകയാണ്. തുടർച്ചയായിട്ട് ആരോപണങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങളിലും ഇപ്പോൾ ഇത് നേരിട്ട് ഹണി ഭാസ്കർ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു പെൺകുട്ടി റിനി അത്തരം സൂചനകൾ നൽകുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണോ AICCയുടെ ഇടപെടൽ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് തെറിക്കുമോ രാഹുൽ? അരുൺ, വിഷയം അതീവ ഗൗരവത്തോടെയാണ് AICC കാണുന്നത്. കാരണം ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് ചില നേതാക്കൾ ഹൈക്കമാൻഡിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷിക്കാണ് കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കാനുള്ള നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി സംസ്ഥാനത്തെ KPCC നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഈ പരാതികൾ ലഭിച്ച ഘട്ടത്തിൽ തന്നെ നേരത്തെ പ്രത്യേകിച്ച് ഈ പരാതികൾ വന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകാനുള്ള നിർദ്ദേശമടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനയും പുറത്തേക്ക് വരുന്നു. കാരണം പരാതി ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ആരോപണങ്ങൾ കൂടി എത്തിയിരിക്കുന്നു. വലിയ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഓരോ നിമിഷവും പ്രത്യേകിച്ച് ഇന്നലെ മുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. നേരത്തെയും ഇതിന് സമാനമായ ആരോപണത്തിന് ഒരു പുകമറ വലിയ തരത്തിന് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരാതി ഹൈക്കമാൻഡ് ലഭിച്ചത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതാണെങ്കിലും അതിനുശേഷം ദീപാദാസ് മുൻഷി കേരളത്തിലെ KPCC നേതൃത്വത്തോട് ഈ വിഷയം കൃത്യമായി തന്നെ പരിശോധിക്കണം എന്ന് നൽകി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കണം എന്നും നിർദ്ദേശം ഉണ്ട്. അതായത് റിപ്പോർട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. എന്നാണെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി ബാക്കി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവും. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് എന്താണെങ്കിലും മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ്. MLA സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എന്താണെങ്കിലും പോയിട്ടില്ല. എന്താണെങ്കിലും വിശദാംശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കും. ആ നടപടിക്ക് പിന്നാലെയായിരിക്കും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദീപാദാസ് മുൻഷി കർശനമായി തന്നെ സംസ്ഥാനത്തെ KPCC നേതൃത്വത്തോടെ ഈ വിഷയം പരിശോധിക്കാനും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും ആ വിവരങ്ങൾ നൽകിയത്. AICCക്ക് പരാതി ലഭിച്ചു. KPCC ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് അറിയുന്നത്. ഒരുപക്ഷേ നോബൽ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റിയേക്കും. പ്രസ്ഥാനത്തിനും പ്രവർത്തകർക്കുമൊക്കെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇന്നിപ്പോൾ ഹണി ഭാസ്കർ അടക്കമുള്ളവർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രസ്ഥാനത്തിലുള്ള ചില മനുഷ്യർ പറയുന്നത് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഈ നേതാവിന്റെ പേര് പറഞ്ഞാൽ എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. നടപടി ഉണ്ടാവട്ടെ, പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കട്ടെ.